കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മയൂര സന്ദേശത്തിൻ്റെ കർത്താവായ വലിയ തമ്പുരാൻ കേരളത്തിൽ ഇന്നുവരെ അർഹമായ ഒരു സ്മാരകം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മലയാളക്കരയെ അല്ലെങ്കിൽ മലയാളത്തെ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. കഴിഞ്ഞ 18 വർഷമായി ഹരിപ്പാട് അനന്തപുരം കൊട്ടാരം കേന്ദ്രമാക്കി അനൗദ്യോഗികമായ രീതിയിലൊക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് വിശാലമായ ഒരു ജനങ്ങളുടെ കൂട്ടായ്മയായി പരിവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് ഈ സാംസ്കാരിക വേദിയുടെ രജിസ്ട്രേഷനോടുകൂടി തന്നെയാണ്. നവംബർ 16-ന് ഇതിന് രൂപം കൊടുത്തതിന് ശേഷം ഉദ്ഘാടനത്തിനായിട്ട് പല തീയതികൾ നമ്മൾ തിരഞ്ഞെടുത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ തന്നെ നടത്താനാണ് പിന്നീട് തീരുമാനമായത്. അതുകൊണ്ട് അതേ സമയത്ത് തന്നെ നമ്മൾ വലിയ തമ്പുരാൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം കൊടുക്കുന്നതിനുള്ള പരിപാടിയുണ്ട്. അതിന് 113 പേര് കവിതാ സമാഹാരങ്ങൾ അയച്ചു വന്നു. 2020-നും 2024-നും ഇടയിലുള്ള 5 വർഷക്കാലത്തെ പുസ്തകം 3 കോപ്പി വീതം സ്വീകരിച്ചാണ് പുരസ്കാര നിർണയത്തിനായിട്ട് നമ്മൾ എടുത്തത്. അത് ആദ്യത്തെ ഒരു ഘട്ടമെന്നുള്ള നിലയിൽ 5 ജഡ്ജസാണ് മൂല്യനിർണ്ണയം നടത്തിയത്. അതിൽ നിന്നും 10 പുസ്തകം തിരഞ്ഞെടുത്ത് നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രശസ്തരായ സാഹിത്യകാരന്മാരെ ഏൽപ്പിക്കുകയും അവരത് മൂല്യനിർണ്ണയം നടത്തി ഫലപ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരള കാളിദാസിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം യഥാർത്ഥത്തിൽ കേരള കാളിദാസ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ചെങ്ങന്നൂർ സ്വദേശിയായിട്ടുള്ള ശ്രീ കെ രാജഗോപാലാണ്. അദ്ദേഹം എഴുതിയ പതികാലം എന്ന കവിതാ സമാഹാരം DC ബുക്സ് പ്രസിദ്ധീകരിച്ച പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ വർഷത്തെ പുരസ്കാരം നിർണയിച്ചിരിക്കുന്നത്.